ഇതിപ്പോൾ സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ എന്നൊരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയോട് അല്ല, ഇന്ത്യൻ ഫുട്ബോൾ പ്രേമിയോട് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടർ അടിച്ചിരുന്നു പോകും. കാരണം നമ്മുടെ ഡ്യൂറൻഡ് കപ്പിനെ പോലും പല ക്ലബ്ബുകളും സീരിയസ് ആയിട്ട് എടുക്കാതെ എഫ് സി ഗോവയൊക്കെ ഡെവലപ്മെൻറ്റ് ലീഗ് കളിക്കാൻ പിള്ളേരെ വിടുന്നത് പോലെ റിസർവ് ടീം പിള്ളേരെ വിട്ട സാഹചര്യത്തിൽ അവർ ഗോവൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന, അതായത് ഗോവൻ സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ബണ്ടോക്കർ ട്രോഫിക്ക് വേണ്ടിയിട്ട് മെയിൻ ടീമിനെ അണിനിരത്തുന്നുണ്ട്. ബണ്ടോക്കർ ട്രോഫി ടൂർണമെന്റ് വെറും ഒരു ചില്ലറ സെറ്റപ്പിലല്ല നടത്തുന്നത്. അവർ ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള എ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിസ്ബേൺ റോവേഴ്സിനെയും അതുപോലെ അർജന്റീനയിലെ ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള പ്രിമിയറ ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബിനെയും, അതായത് ക്ലബിൻ്റെ പേര് ഡഫസൂന യു ജസ്റ്റീഷ്യ എന്ന് പറയുന്ന ഒരു ക്ലബിനെയും ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ബൊന്തോർക്കർ ട്രോഫി ടൂർണമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഗ്രൂപ്പ് എയിൽ എഫ് സി ഗോവ ISL റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. പിന്നീട് എ ലീഗ് ക്ലബ്ബായിട്ടുള്ള ബ്രിസ്ബേൺ റോവേഴ്സ്, ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഡംബോ സ്പോർട്ടിംഗ് ക്ലബ്ബ്, അതായത് ഡംബോ ഗോവ, പിന്നെ ക്വാളിഫയർ കളിച്ച് വരുന്ന ഒരു ടീമും കൂടിയുണ്ട്. പിന്നെ ബി ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഒഡീഷ FC ISL റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്, ചെന്നൈയിൻ FC ISL റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്, ഡെഫസ്യുവ ജസ്റ്റീഷ്യ എന്ന് പറയുന്ന അർജന്റീൻ ക്ലബ്ബ് വരുന്നുണ്ട്, പിന്നെ ചർച്ചിൽ ബ്രദേഴ്സ് ഐ ലീഗ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വരുന്നുണ്ട്. ഈ ടീമുകളെല്ലാം മെയിൻ ടീമിനെ കൊണ്ടുവരികയാണ്. ഇന്ത്യൻ മണ്ണിലേക്ക് ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ വേണ്ടി വമ്പൻ വിദേശ ക്ലബ്ബുകൾ വരുന്നത് സന്തോഷം നൽകുന്നതാണ്. പക്ഷേ ഇവർക്കൊക്കെ ഡ്യൂറൻഡ് കപ്പിനെ കൂടി സീരിയസ് ആയിട്ട് എടുത്താൽ കൊള്ളായിരുന്നു എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്.